പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് എപ്പോഴും ചൂട് സമയത്ത് വളരെ നല്ലത്. കാരണം നമ്മുടെ ശരീരം ഓൾറെഡി ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ അതിനെ തരണം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റി ചെയ്താൽ കൂടുതൽ ബോഡിക്ക് അത് സ്ട്രെയിൻ ആണ്. അത് മാക്സിമം ആക്ടിവിറ്റീസ് കുറയ്ക്കുക, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, നമ്മുടെ മൂവ്മെന്റ്സ് ഒക്കെ വളരെയധികം റെസ്ട്രിക്ട് ചെയ്യുക. അപ്പോൾ എത്ര കാര്യങ്ങൾ ഈ ഒരു നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരുപാട് യാത്രകളിലൊക്കെ പറ്റാത്തോളം ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഉറക്കം എപ്പോഴും നമ്മൾ പലപ്പോഴും ചൂട് സമയത്ത് ഉറക്കം വളരെ മോശമായിരിക്കും. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിയൊഴുക്കും. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും കംഫർട്ടബിൾ ആവാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ പോലെ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ എയർ കൂളർ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വളരെ കൂളായിട്ട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വളരെയധികം ക്ഷീണിതമായിരിക്കും ചൂട് കാരണം. അപ്പോൾ അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നല്ല ഉറക്കം. അപ്പോൾ നല്ല ഉറക്കം ഉറങ്ങുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നല്ലൊരു റിജുവനേഷൻ സംഭവിക്കും.